ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇൻഡോ ചൈനീസ് ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് ഇതളുകളായിട്ട് ഇളക്കിയെടുത്ത് അതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയെടുക്കണം. സാധാ പച്ചവെള്ളത്തിൽ ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിരിക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. സവോള, പച്ചമുളക്, സെല്ലറി, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ് സെല്ലറി നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ അതിൻ്റെ ആ തണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ക്യാപ്സിക്കം ചേർക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള കോട്ടിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറേശ്ശെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്ത് നല്ലൊരു ക്രിസ്പി ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് കോരി മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ കോളിഫ്ലവറും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് സെയിം ഓയിലിൽ നിന്ന് തന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സെലറിയും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എന്നുള്ളത് 6 വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 3 എടുത്തിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് സോട്ടാവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 3 മീഡിയം സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് എണ്ണ കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സവോള ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി പേസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂണും ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസും 6-7 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്രയും ഡ്രൈ ആയിട്ടുള്ളത് വേണ്ട, കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തും എടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി ഫൈനലി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. അതുവരയ്ക്കും ബൈ.